സർവീസിംഗ് ഓഫ് കൂളിംഗ് സിസ്റ്റത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂളിംഗ് സിസ്റ്റം സർവീസ് ചെയ്യുന്നതിന് മുമ്പായി എന്താണ് കൂളിംഗ് സിസ്റ്റം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി കൂളിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ച തിയറി ക്ലാസ് 4 അധ്യായങ്ങളിലായിട്ട് ദിനൂപ് സാറ് നേരത്തെ ഇട്ടിട്ടുണ്ട്. ആ അധ്യായങ്ങൾ ഒന്നുകൂടി കണ്ട് വ്യക്തത വരുത്തുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്ക് സർവീസിങ്ങിലേക്ക് പോകാം. എന്തായാലും ദിനൂപ് സാറ് 4 അധ്യായങ്ങളിലായിട്ട് വിവരിച്ചത് വളരെ ചുരുക്കി ഞാൻ ഒന്നുകൂടി പറയാം. കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എൻജിനെ അതിൻ്റെ മോസ്റ്റ് എഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ നിലനിർത്തുക എന്നുള്ളതാണ്. ഈ മോസ്റ്റ് എഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എൻജിൻ വളരെ തണുത്തിരിക്കാൻ പാടില്ല, ഓവർ ഹീറ്റ് ആവാനും പാടില്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു എഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഉണ്ട്. അതായത് എൻജിനിൽ നിന്ന് ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് എൻജിനിൽ ഏറ്റവും നന്നായിട്ട് ഫ്യൂവൽ കത്തുക, എൻജിനിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ അതിൻ്റെ പവർ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മോസ്റ്റ് എഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ടെമ്പറേച്ചറിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. കൂളിംഗ് സിസ്റ്റത്തെ പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് എയർ കൂളിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് കൂളിംഗ്. ഈ കൂളിംഗ് സിസ്റ്റത്തിൽ അന്തരീക്ഷത്തിലേക്ക് എൻജിനിൽ നിന്ന് നേരിട്ടാണ് അധികമുള്ള ചൂട് ഡിസിപ്പേറ്റ് ചെയ്ത് കളയുന്നത്. അതിനുവേണ്ടി എൻജിൻ ബ്ലോക്കിൻ്റെയും സിലിണ്ടർ ഹെഡിൻ്റെയും എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെയും ഒക്കെ പുറത്ത് ഫിൻസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അന്തരീക്ഷവുമായിട്ടുള്ള കോണ്ടാക്റ്റിംഗ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറേ കാലം പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഈ ഫിൻസുകൾക്കിടയിൽ ഫോറിൻ പാർട്ടിക്കിൾസ്, ഡസ്റ്റ്, ഡർട്ട് പാർട്ടിക്കിൾസ് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അത് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കും. അതായത് എൻജിൻ ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ഈ ഫിൻസസ് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എയർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ സർവീസിങ്. ചില സ്റ്റേഷനറി എൻജിൻസിൽ, എയർ കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേഷനറി എൻജിൻസിൽ ഒരു ഫാന് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എൻജിനിൽ നിന്ന് ഡ്രൈവ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഫാന്. ഈ ഫാന് ബെൽറ്റ് ഡ്രൈവാണ്. അപ്പോൾ അതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെൽറ്റിൻ്റെ ടെൻഷൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഈ സിസ്റ്റത്തിലെ സർവീസിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും. അടുത്തത് ലിക്വിഡ് കൂളിംഗ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കൂളിംഗ് ആണ്. എൻജിനിൽ അധികമായിട്ടുണ്ടാകുന്ന ചൂട് ഏതെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് ഉപയോഗിച്ച് അബ്സോർബ് ചെയ്ത് അത് പിന്നെ അന്തരീക്ഷത്തിലേക്ക് വികിരണം ചെയ്യുക. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് കൂളിംഗ് എന്ന് പറയുന്നത്. ഇത് തന്നെ വാട്ടർ കൂളിങ്ങും ഓയിൽ കൂളിങ്ങും ഉണ്ട്. വാട്ടർ കൂളിംഗ് വാട്ടർ ബേസ്ഡ് കൂളൻ്റാണ് ഉപയോഗിക്കുക. ഓയിൽ കൂളിങ്ങിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കൂളൻ്റായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ 2 സിസ്റ്റം ഒന്നിച്ച് ഉപയോഗിക്കുന്ന എൻജിൻസുണ്ട്. എയർ കൂളിങ്ങിൻ്റെ കൂടെ ഓയിൽ കൂളിംഗ് ഉപയോഗിക്കുന്നതുമുണ്ട്. ഓയിൽ കൂളിംഗ് മാത്രമായിട്ട് സാധാരണ എൻജിനിൽ ഉപയോഗിക്കാറില്ല. ഇനി വാട്ടർ കൂളിംഗ് സിസ്റ്റം തന്നെ 2 ടൈപ്പ് ഉണ്ട്. തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റവും പമ്പ് സർക്കുലേറ്റിംഗ് കൂളിംഗ് സിസ്റ്റവും. തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റത്തിൽ കൂളൻറ്റിൻ്റെ സർക്കുലേഷൻ നടത്തുന്നത് ഹോട്ട് വാട്ടറിൻ്റെയും കോൾഡ് വാട്ടറിൻ്റെയും ഡെൻസിറ്റി ഡിഫറൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ചൂട് ആവുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കുറയുമ്പോൾ വെള്ളം മുകളിലേക്ക് ഉയരും, തണുത്ത വെള്ളം താഴത്തേക്ക് വരും. ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എൻജിനിൽ നിന്ന് റേഡിയേറ്ററിലേക്കും റേഡിയേറ്ററിൽ നിന്ന് എൻജിനിലേക്കും വെള്ളം സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് എൻജിനെ തണുപ്പിക്കുന്നതിനെയാണ് തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുക. ഈ സിസ്റ്റം അത്ര എഫക്റ്റീവ് അല്ല. അതുകൊണ്ട് മോഡേൺ എൻജിൻസിലൊക്കെ ഉപയോഗിക്കുന്നത് പമ്പ് സർക്കുലേറ്റിംഗ് കൂളിംഗ് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ ഒരു വാട്ടർ പമ്പ് ഉപയോഗിക്കുന്നുണ്ട്. റേഡിയേറ്ററിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് എൻജിൻ ബ്ലോക്കിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി വാട്ടർ പമ്പ് ഉപയോഗിക്കും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് വെള്ളം എൻജിൻ ബ്ലോക്കിലേക്ക് പമ്പ് ചെയ്യുക. എൻജിൻ ബ്ലോക്കിൽ ഈ വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നു. സർക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻജിൻ ബ്ലോക്കിലും സിലിണ്ടർ ഹെഡിലുമായി ഹോട്ട് സ്പോട്ടുകൾക്ക് ചുറ്റുമുള്ള വാട്ടർ ജാക്കറ്റിൽ കൂടെ വെള്ളം സർക്കുലേറ്റ് ചെയ്ത് തിരിച്ച് വാട്ടർ പമ്പിലേക്ക് തന്നെ വരുന്നു. ഈ സമയത്ത് എൻജിൻ ബ്ലോക്കിൽ സിലിണ്ടർ ഹെഡിലൊക്കെ ഉണ്ടാകുന്ന അമിതമായ ചൂട് അബ്സോർബ് ചെയ്ത് വെള്ളം വീണ്ടും വാട്ടർ പമ്പിലേക്ക് തന്നെ വരുന്നു. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന വെള്ളം ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ കൂടുതലാവുമ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവ് തുറക്കാൻ തുടങ്ങുന്നു.
നിശ്ചിത ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 78 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുമ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവ് തുറക്കാൻ തുടങ്ങും. 90 ഡിഗ്രി ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും തുറന്നിരിക്കും. അപ്പോൾ ആ സമയത്ത് റേഡിയേറ്ററിലേക്കുള്ള വാൽവ് തുറക്കുകയും വാട്ടർ പമ്പിലേക്ക് ബൈപ്പാസ് ചെയ്യുന്ന വാൽവ് അടയുകയും ചെയ്യും. അപ്പോൾ കൂളൻ്റ് എഞ്ചിനിൽ നിന്ന് ചൂട് സ്വീകരിച്ച് റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിലേക്ക് പോവുകയും അവിടുന്ന് റേഡിയേറ്റർ കോറിൽ കൂടെ താഴെ ലോവർ ടാങ്കിലേക്ക് വരികയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ കൂളൻ്റ് അതിൻ്റെ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കളയും. ഫ്ലെക്സിബിൾ ഹോസസ് ഉപയോഗിച്ചിട്ടാണ് എഞ്ചിനും റേഡിയേറ്ററും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. എഞ്ചിനുണ്ടാകുന്ന വൈബ്രേഷൻസും ഷോക്സും ഒന്നും റേഡിയേറ്ററിലേക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ഹോസസ് ഉപയോഗിക്കുന്നത്. അതേസമയം എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള പ്രഷറും അതിലുണ്ടാകാവുന്ന ടെമ്പറേച്ചറും ഒക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ഫ്ലെക്സിബിൾ ഹോസസിന് വേണം. റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിൽ നിന്ന് സിലിണ്ടർ ഹെഡിലേക്കും ലോവർ ടാങ്കിൽ നിന്ന് വാട്ടർ പമ്പിലേക്കുമായിരിക്കും റബ്ബർ ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. കണക്ട് ചെയ്യുന്നിടത്ത് ക്ലിപ്പ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും, ലീക്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. റബ്ബർ ഹോസ് നിർമ്മിക്കുന്നത് റീഇൻഫോഴ്സ്ഡ് ഹാർഡ് റബ്ബർ കൊണ്ട് ആണ്, സ്പെഷ്യൽ ട്രീറ്റഡ് റബ്ബർ ഉപയോഗിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ അത് ടെമ്പറേച്ചറും പ്രഷറൊക്കെ കൂടുമ്പോൾ ഇതേപോലെ വീർത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കൂളിംഗ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു കോമ്പണൻ്റാണ് റേഡിയേറ്റർ ഫാൻ. സാധാരണയായിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നത് വാട്ടർ പമ്പ് ഷാഫ്റ്റിൽ തന്നെയാണ്. എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ബെൽറ്റ് ഉപയോഗിച്ചിട്ട് പമ്പിലേക്ക് ഡ്രൈവ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫാനും വർക്ക് ചെയ്യും. ഫാൻ ചെയ്യുന്നത് റേഡിയേറ്ററിനകത്ത് കൂടെ റേഡിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫ്രഷ് എയർ വലിച്ചെടുത്ത് എൻജിൻ ഭാഗത്തേക്ക് തള്ളിക്കൊടുക്കലാണ്. റേഡിയേറ്റർ കോറിനകത്ത് കൂടെ പാസ് ചെയ്യുന്ന എയർ റേഡിയേറ്റർ കോറിനുള്ളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂളൻ്റിൽ നിന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്യും. അങ്ങനെയാണ് കൂളൻ്റ് തണുക്കുന്നത്. എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ബെൽറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫാന് എൻജിൻ സ്പീഡിന് ആനുപാതികമായിട്ടായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സ്പീഡുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണെങ്കിൽ അനാവശ്യമായിട്ട് ഫാൻ വർക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഹൈ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന് ഫാനിൻ്റെ സഹായമില്ലാതെ തന്നെ ആവശ്യമായിട്ടുള്ള എയർ കിട്ടും. അപ്പോൾ ആ സമയത്ത് ഫാന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വാഹനം നിർത്തിയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എയർ ആവശ്യമായിട്ട് വരും എൻജിൻ തണുപ്പിക്കണമെങ്കിൽ. അപ്പോൾ ആ സമയത്ത് കൂടുതൽ സ്പീഡിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എൻജിൻ ഏത് ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് ആവശ്യാനുസരണമുള്ള സ്പീഡിൽ വർക്ക് ചെയ്ത് ആവശ്യാനുസരണമുള്ള ക്വാണ്ടിറ്റി എയർ മാത്രം സപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള വേരിയബിൾ സ്പീഡ് ഫാനും ഓട്ടോമാറ്റിക് ഫാനും ഒക്കെ ആധുനിക വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ഫാനിൽ ഇവിടെ കാണുന്നത് പോലെ ഒരു തെർമോസ്റ്റാറ്റിക് സ്വിച്ച് ഉപയോഗിക്കും. കൂളൻ്റ് ചൂടാവുന്ന സമയത്ത് അതിനകത്തുള്ള ഒരു തെർമൽ സ്ട്രിപ്പ് വളഞ്ഞ് കോണ്ടാക്റ്റ് ബ്രേക്കർ പോയിൻറ്റ്സ് ക്ലോസ് ആവും. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും, ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കും. കൂളൻ്റ് തണുക്കുന്ന സമയത്ത് വീണ്ടും ഈ കോണ്ടാക്റ്റ് വിടും, അപ്പോൾ ഇലക്ട്രിക് മോട്ടോർ ഓഫാവും, ഫാന് വർക്ക് ചെയ്യാതിരിക്കും. അപ്പോൾ ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് മാത്രം ഫാൻ വർക്ക് ചെയ്തുകൊണ്ട് എയർ സപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള ഇലക്ട്രിക് ഫാൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ടെമ്പറേച്ചർ ഗേജിനെ കുറിച്ച് പറയാം. ടെമ്പറേച്ചർ ഗേജിന് 2 യൂണിറ്റ് ഉണ്ട്, ഒരു എൻജിൻ യൂണിറ്റും ഒരു ഡാഷ്ബോർഡ് യൂണിറ്റും. എൻജിൻ യൂണിറ്റിലുള്ളത് ഒരു ടെമ്പറേച്ചർ സെൻസറാണ്. ഇത് വാട്ടർ ജാക്കറ്റിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡാഷ്ബോർഡ് യൂണിറ്റിലുള്ളത് ടെമ്പറേച്ചർ ഗേജാണ്. അത് ടെമ്പറേച്ചർ എത്ര ഉണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനി റേഡിയേറ്റർ പ്രഷർ ക്യാപ്പിന് വലിയ പ്രാധാന്യമുണ്ട് കൂളിംഗ് സിസ്റ്റത്തിൽ. പ്രഷർ ക്യാപ്പിൻ്റെ ഫംഗ്ഷൻ കൂളിംഗ് സിസ്റ്റത്തിലെ പ്രഷർ 1 kg/cm² കൂട്ടുക എന്നുള്ളതാണ്. പ്രഷർ കൂടുമ്പോൾ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടും. സാധാരണ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിളയ്ക്കുന്ന വെള്ളം 1 kg/cm² പ്രഷർ കൂടി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ 113 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുമ്പോഴേ തിളയ്ക്കുള്ളൂ. അപ്പോൾ വെള്ളം തിളയ്ക്കാതെ കൂളിംഗ് സിസ്റ്റത്തിൽ കൂടുതൽ സമയം ലിക്വിഡായി തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രഷർ ക്യാപ്പ് ഉപയോഗിക്കുന്നത്. പ്രഷർ ക്യാപ്പിൽ 2 വാൽവ് ഉണ്ട്, ഒരു പ്രഷർ വാൽവും ഒരു വാക്വം വാൽവും. പ്രഷർ ഇല്ലാതാവുമ്പോൾ എൻജിൻ നിർത്തിക്കഴിയുമ്പോൾ കൂളൻ്റിൻ്റെ പ്രഷർ കുറഞ്ഞ് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ വാക്വം പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ
റേഡിയേറ്റർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാക്വം വാൽവ് ഉപയോഗിക്കുന്നത്. പ്രഷർ വാൽവ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാത്രം തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂളൻറ്റിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ വാൽവ് തുറന്ന് കൂളൻറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ പഴയ എൻജിനിലൊക്കെ അത് പുറത്തേക്ക് വേസ്റ്റായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൂളൻ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് പുറത്തേക്ക് പോകുന്ന കൂളൻ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പാൻഷൻ ടാങ്ക് ഉപയോഗിക്കും. ഈ എക്സ്പാൻഷൻ ടാങ്കിലേക്കാണ് വെള്ളം പോകുന്നത്. അതേപോലെ വാക്വം ഉണ്ടാകുമ്പോൾ എക്സ്പാൻഷൻ ടാങ്കിൽ നിന്ന് അങ്ങോട്ട് പോയത് തിരിച്ച് റേഡിയേറ്ററിലേക്ക് തന്നെ വരും. ഇനി കൂളൻറ്റിനെ കുറിച്ച് പറയാം. പണ്ടൊക്കെ വെറും വെള്ളമാണ് കൂളൻ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന കൂളൻറ്റിനെ ആൻറ്റിഫ്രീസ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ കൂടെ ഒരു ആൻറ്റിഫ്രീസ് ഏജൻറ്റ് കൂടി മിക്സ് ചെയ്തിട്ടാണ് കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിഫ്രീസ് ഏജൻറ്റാണ് എത്തിലീൻ ഗ്ലൈക്കോൾ. 50% വീതം എത്തിലീൻ ഗ്ലൈക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് -36.4°C വരെ കുറയ്ക്കാൻ കഴിയും. ആൻറ്റിഫ്രീസ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഫ്രീസിങ് പോയിൻറ്റ് കുറയ്ക്കുക മാത്രമല്ല ബോയിലിംഗ് പോയിൻറ്റ് കൂട്ടാനും സാധിക്കും. അതോടൊപ്പം ഈ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ പാർട്ടിക്കിൾസ് വളരെ ചെറിയ ലീക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ലീക്ക് തടയാൻ സഹായിക്കും. അതേപോലെ ഇത് ഒരു ഡൈ ഉപയോഗിക്കുന്നുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള കളറ് കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് പച്ചയോ ചുവപ്പോ ഒക്കെ കളറിൽ ആൻറ്റിഫ്രീസ് സൊല്യൂഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഡൈ ഉള്ളത് കൊണ്ട് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങൾ ആൻറ്റിഫ്രീസ് സൊല്യൂഷൻ ഉണ്ട്. ഒരു എൻജിൻ കൂളിംഗ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനവും ഒക്കെയാണ് ഇതുവരെ വിശദീകരിച്ചത്. അപ്പോൾ ഇങ്ങനെ കുറേ കാലം പ്രവർത്തിച്ചു കഴിയുമ്പോൾ കൂളിംഗ് സിസ്റ്റത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ചില തകരാറുകളുണ്ട്. ഓരോന്നായിട്ട് പരിശോധിക്കാം. അപ്പോൾ എൻജിൻ കൂളിംഗ് സിസ്റ്റത്തിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂളൻ്റ് ആൻറ്റിഫ്രീസ് സൊല്യൂഷൻ ആണെങ്കിലും വെറും വെള്ളമാണെങ്കിലും ഒരുപാട് കാലം പ്രവർത്തിച്ചു കഴിയുമ്പോൾ കൂളിംഗ് സിസ്റ്റത്തിനകത്ത് സ്കെയിൽ ഫോർമേഷൻ എന്നൊരു പ്രതിഭാസം ഉണ്ടാകും. സ്കെയിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കൂളൻറ്റിനകത്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ ഉണ്ടാകാവുന്ന മിനറൽസ്, അതേപോലെ കൂളൻറ്റിന് അകത്ത് ആൻറ്റിഫ്രീസ് സൊല്യൂഷനിലൊക്കെ ഉണ്ടാകാവുന്ന ഫോസ്ഫറസ് കണ്ടൻറ്റ്, അതുപോലെ എൻജിൻ സിലിണ്ടറിനകത്ത് നിന്ന് സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റിന് ലീക്ക് ഉണ്ടാവുന്നതിൻ്റെ ഫലമായിട്ട് കൂളിംഗ് സിസ്റ്റത്തിലേക്ക് കയറുന്ന ഗ്യാസസ്, അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽ കണ്ടൻസ്, ഇതെല്ലാം കൂടി ചേർന്ന് കൂളിംഗ് സിസ്റ്റത്തിനകത്ത് എന്ന് വെച്ചാൽ വാട്ടർ ജാക്കറ്റ്, വാട്ടർ പമ്പ്, റേഡിയേറ്റർ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യുന്ന ഭാഗത്തൊക്കെ കട്ടിയുള്ള ഒരു പദാർത്ഥം സാവധാനം രൂപം പ്രാപിച്ചു വരും. അപ്പോൾ ഇങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഈ പദാർത്ഥത്തിൻ്റെ കട്ടി കൂടുന്നതിനനുസരിച്ച് കൂളിംഗ് സിസ്റ്റം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ എൻജിൻ ഓവർ ഹീറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഈ സ്കെയിൽസ് റിമൂവ് ചെയ്യുക എന്നുള്ളത് കൂളിംഗ് സിസ്റ്റം സർവീസിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. എൻജിൻ്റെ വാട്ടർ ജാക്കറ്റിനകത്തും റേഡിയേറ്റർ കോറിനകത്തും ഒക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള സ്കെയിൽസ് ഇങ്ങനെ റിമൂവ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ വാട്ടർ പമ്പ് ഡാമേജ് ആയി പോയിട്ടുണ്ടാവും, തെർമോസ്റ്റാറ്റ് വാൽവ് ഡാമേജ് ആയിരിക്കാം. അപ്പോൾ ഈ കോമ്പണൻസ് ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ റീപ്ലേസ് ചെയ്യേണ്ടി കൂടി വരും. റേഡിയേറ്ററിലെ കൂളൻ്റ്, എൻജിൻ കൂളൻ്റ് പീരിയോഡിക്കലായിട്ട് മാറ്റേണ്ട ഒന്നാണ്. ഒരു നിശ്ചിത കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴാണ് കൂളൻ്റ് മാറ്റേണ്ടി വരിക. അതും ഒരു സർവീസ് ജോബാണ്. ഇതുകൂടാതെ കൂളിംഗ് സിസ്റ്റത്തിലുള്ള മറ്റു കോമ്പണൻസിനും പല വിധത്തിലുള്ള തകരാറുകളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് റേഡിയേറ്റർ ഫാന് വർക്ക് ചെയ്യാതിരിക്കുക. അത് വർക്ക് ചെയ്യാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവാം. ഒരു ബെൽറ്റ് ഡ്രൈവ് ഫാനാണെങ്കിൽ ബെൽറ്റ് ലൂസായതുകൊണ്ട് ഫാൻ വർക്ക് ചെയ്യാതിരിക്കാം. ഒരു ഇലക്ട്രിക്കൽ മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ മോട്ടോറിൻ്റെ വൈൻഡിങ് പോയത് കൊണ്ടോ അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് സ്വിച്ച് ഡാമേജ് ആയതുകൊണ്ടോ വർക്ക് ചെയ്യാത്തത് കൊണ്ടോ ഒക്കെ ഫാൻ വർക്ക് ചെയ്യാതിരിക്കാം. കൂളിംഗ് സിസ്റ്റത്തിലെ വാട്ടർ പമ്പ് വർക്ക് ചെയ്യാതെ വരാം. വാട്ടർ പമ്പ് വർക്ക് ചെയ്യാതെ വരുന്നത് ബെൽറ്റ് ലൂസായതുകൊണ്ടോ ബെയറിങ്സ് ഡാമേജ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്കെയിൽ ഫോർമേഷൻ കാരണം ഷാഫ്റ്റിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ഒക്കെ ആവാം. തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺഡ് പൊസിഷനിലോ ക്ലോസ്ഡ് പൊസിഷനിലോ സ്റ്റക്കായി പോവാം.
ഓപ്പൺഡ് പൊസിഷനിലാണ് സ്റ്റക്ക് ആവുന്നതെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൂളൻ്റ് റേഡിയേറ്ററിലേക്ക് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്താൻ കുറച്ച് താമസിക്കും. ഇത് എൻജിൻ്റെ മൈലേജ് കുറക്കും, ഫ്യുവൽ എക്കണോമി കുറയ്ക്കും. ക്ലോസ്ഡ് പൊസിഷനിലാണ് സ്റ്റക്ക് ആവുന്നതെങ്കിൽ എൻജിനിൽ എപ്പോഴും കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യുക എൻജിൻ ബ്ലോക്കിൽ നിന്ന് വാട്ടർ പമ്പിലേക്കും വാട്ടർ പമ്പിൽ നിന്ന് എൻജിൻ ബ്ലോക്കിലേക്കും എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ബൈപ്പാസ് വഴിയായിരിക്കും സർക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എൻജിൻ കൂളൻ്റ് റേഡിയേറ്ററിലേക്ക് പോകാതെ വരികയും എൻജിൻ ഓവർ ഹീറ്റ് ആവുകയും ചെയ്യും. ഇങ്ങനെ എൻജിൻ കൂളിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് കോമ്പണൻറ്റിന് തകരാറ് വന്നാലും അത് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. കൂളിംഗ് സിസ്റ്റം ശരിയായ രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് എൻജിൻ പെർഫോമൻസിനെ ബാധിക്കും. എൻജിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമാകും. അപ്പോൾ എൻജിൻ ഓവർ ഹീറ്റ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡാഷ്ബോർഡിൽ ഒരു ടെമ്പറേച്ചർ ഗേജ് ഉള്ളത്. ഈ ടെമ്പറേച്ചർ ഗേജ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഒരു എൻജിനിൽ സൃഷ്ടിക്കുക. അപ്പോൾ പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ട മെയിൻ്റനൻസ് വർക്കും പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തി മെയിൻ്റനൻസ് നടത്തി പ്രോപ്പറായിട്ട് സിസ്റ്റം കൊണ്ടു നടന്നിട്ടില്ലെങ്കിൽ അത് എൻജിൻ ലൈഫ് കുറയ്ക്കാനും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ എങ്ങനെയാണ് കൂളിംഗ് സിസ്റ്റം സർവീസിങ്ങും മെയിൻ്റനൻസും ചെയ്യേണ്ടത് എന്ന കാര്യം വിശദീകരിക്കാം.